ഹലോ, നമ്മളിപ്പോൾ 3 പേര് എങ്ങോട്ട് ഒരുങ്ങി കെട്ടി പോകണമെന്ന് വെച്ചാൽ നമ്മൾ ഓണത്തിൻ്റെ കുറച്ച് ഷൂട്ട് എടുക്കാൻ പോവാം. അപ്പോൾ ഞങ്ങളിങ്ങനെ രാവിലെ നേരത്തോടെ കഴിഞ്ഞിട്ട് പോകണമെന്നായിരുന്നു വിചാരിച്ചത്. പിന്നെ ഇതൊക്കെ ഉടുത്ത് ഒരുങ്ങി വന്നപ്പോൾ ഈ ഒരു ടൈമൊക്കെ ആയി. പോണ വഴിക്ക് ഇതേ പാത്തുവിൻ്റെ കുറച്ച് ഷോയും ഒക്കെ ഇറക്കി നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. വണ്ടി വരാൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുക. ക്യാമറ കണ്ടാൽ ജിഷ്ണുവിന് കുറച്ച് ആറ്റിറ്റ്യൂഡ് കൂടും. അപ്പോൾ പിന്നെ ഇതേ വണ്ടിയിൽ നിന്നിട്ട് പാത്തുവിന് ഇതേ പൂ വയ്ക്കാൻ പോലും ടൈം കിട്ടിയില്ല. ഞങ്ങളപ്പോൾ അത് അവിടെ പോയിട്ട് ലൊക്കേഷനിൽ പോയിട്ട് വെക്കാമെന്നായിരുന്നു. പിന്നെ നമ്മൾ മറവിയിലൊട്ടും പിന്നോക്കെ അല്ലാത്ത കാരണം ഞങ്ങൾ ഡെക്കറേഷന് വേണ്ട സാധനങ്ങളൊക്കെ വീണ്ടും റൂമിൽ വന്ന് എടുത്തിട്ടാണ് നമ്മൾ പിന്നെ ഈ യാത്ര തുടർന്നത്. അങ്ങനെ നമ്മൾ നേരെ പോയത് സാമിയുടെ ഫ്ലാറ്റിലേക്ക് ആയിരുന്നു. സാമിയുടെ ഫ്ലാറ്റിലേക്ക് പോയി അവിടെ നിന്ന് സാമിനെ കൂട്ടി നമ്മൾ ലൊക്കേഷൻ ലക്ഷ്യം വെച്ചുകൊണ്ട് പോവാം. അപ്പോൾ ലൊക്കേഷൻ എവിടെയാണെന്നല്ലേ? ലൊക്കേഷൻ പാലിയം കോവിലകം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നമ്മുടെ നന്ദനം മൂവി ഷൂട്ട് ചെയ്ത മനയില്ലേ, ആ വീടാണ് നമ്മുടെ ലൊക്കേഷൻ. അങ്ങനെ അവിടെ എത്തിയപ്പോഴാണ് അത് സംഭവിച്ചത്. ഞങ്ങൾ താഴെ കുറച്ച് പൂക്കളൊക്കെ ഇട്ട് ഫോട്ടോസ് എടുത്തായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഒടുക്കത്തെ മഴ എന്ന് വെച്ചാൽ എങ്ങുമില്ലാത്തൊരു മഴ വന്നു. അത് ഇപ്പോൾ ഒരു ഡെക്കറേഷൻ്റെ സാധനമൊക്കെ വലിച്ചു പറിച്ചുകൊണ്ട് മന്ദം രണ്ടും നടന്നു വരുന്നു. അത് കഴിഞ്ഞാൽ അവർ പറഞ്ഞു താഴെ നിന്ന് ഒരു പൂ പോലും ഇടരുന്നു. അതൊക്കെ എല്ലാം പറക്കി എടുക്കുകയാണ് കുട്ടി. അങ്ങനെ അതിൻ്റെ ഇടയിൽ ജിഷ്ണുവിൻ്റെ ഒരു സിംഗിളായിട്ടുള്ള കുറച്ച് ഫോട്ടോസൊക്കെ നല്ല രീതിക്ക് എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം ബാലാമണിയുടെ തറവാട്ടിലാണ്. ബാലമണിയുടെ അല്ല, മണി നന്ദനം ലൊക്കേഷനിലാണ് നമ്മൾ പിന്നെ അതായത് എൻ്റെ ആദ്യത്തെ വോയിസ് റെക്കോർഡ് വീഡിയോ, ആദ്യത്തെ യൂട്യൂബിലത്തെ വീഡിയോ കാരണം അതിൻ്റേതായിട്ടുള്ള നല്ല കുറവുകളുണ്ടാവും. പിന്നെ ഞാനും பார்த்தതാ എപ്പോഴും കണ്ടാലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇങ്ങനെ കയറുന്നേരം എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും. അതാണ് ഞങ്ങളുടെ ഹോബി. ഒരു ദിവസം കൊണ്ട് അല്ല, ഒരു നൈറ്റ് കൊണ്ട് ഉണ്ടായില്ല, മണിക്കൂർ കൊണ്ട് ഞങ്ങൾ നല്ലൊരു 4 മണിക്കൂറോട് ഉള്ള പർച്ചേസിങ്ങാണ് ഞങ്ങൾ ഇന്നത്തെ ഷൂട്ട്. അത് ഇതും എവിടെ ക്യാമറ വെച്ചെടുക്കണമെന്നാ ചോദിച്ചത്. ആർട്ടിസ്റ്റ് കുളത്തിലേക്ക് ചാടുകയാണല്ലോ, അപ്പോ ക്യാമറയും ഒപ്പം ചാടട്ടെ. പിന്നെ അതേ പറഞ്ഞ പോലെ പാത്തു ക്യാമറ ഓടുന്നതോടൊപ്പം പാത്തു ഓടി. പിന്നെ നല്ല പിക്കായിരുന്നു കേട്ടോ, നല്ല സ്റ്റില്ലായിരുന്നു അവളുടെ ഈ ഓട്ടത്തിൻ്റെ. ലാസ്റ്റ് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇതേ വീണ്ടും ജിഷ്ണുവിൻ്റെ തലയൊക്കെ ഉണ്ടെന്ന് നനഞ്ഞിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഓൾമോസ്റ്റ് മൊത്തം തല നനഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. കാരണം മഴയെ കൊണ്ടിട്ടാണ് ഫോട്ടോസ് മൊത്തം എടുത്തത്. ടൈം ഉണ്ടായില്ല. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വീണ്ടും എങ്ങോട്ടാണ് ഡ്യൂട്ടിക്ക് കയറണം. എന്ന് ഓഫ് ഡേ അല്ലായിരുന്നു, ഞങ്ങൾക്ക് ഡ്യൂട്ടി ഡേ ആയിരുന്നു. അപ്പോൾ അതാ വീണ്ടും ഞങ്ങൾക്ക് പോകണമായിരുന്നു, രാവിലെ വന്നിട്ട് പോകണമായിരുന്നു. പിന്നെ ഇത് കണ്ടില്ലേ, ഈ ഒരു ഭാഗം ഇവിടെയാണ് മറ്റേ അമ്മമ്മ മനു എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. ആ പൃഥ്വിരാജ് വരണ ഒരു എൻട്രിയുടെ ഭാഗമാണത്. നല്ല രസമായിരുന്നു. എൻ്റെ ഔട്ടിങ്ങൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ടായി. പിന്നെ മഴ പെയ്ത കാരണമാണ് കുറച്ചൊരു ഷോക്കായത്, അല്ലെങ്കിൽ നല്ല രസമായിരുന്നു ഇവിടെ കാണാനായിട്ട്. പിന്നെ മഴയൊന്നും നോക്കിയില്ല, ഞങ്ങൾ ഉള്ള ഫോട്ടോസ് കുറേ എടുത്തു. അപ്പോൾ ഷൂട്ട് അത്യാവശ്യം കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവാൻ നിൽക്കുക. എല്ലാ സാധനങ്ങളും പറക്കി കെട്ടി ഞങ്ങൾ വീണ്ടും പോകാൻ നിൽക്കുക. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം, ജിഷ്ണു ഡ്യൂട്ടിക്ക് പോകണം, എല്ലാം ഡ്യൂട്ടിക്ക് പോകേണ്ട ദിവസമായിരുന്നു. അപ്പോൾ അവർ ക്യാമറ സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കാനായിട്ട് പോവുക. പിന്നെ ഇതിൻ്റെ ഔട്ട് വരണത് ഇങ്ങനെയാണ്, പുറത്തുനിന്ന് കാണുന്ന വ്യൂ ഇങ്ങനെയാണ്, കണ്ടോ? നല്ല രസം അതിൻ്റെ ഉള്ളൊക്കെ കാണാനായിട്ട്. ഒരു വിൻറ്റേജ് മൂഡുള്ള സംഭവമാണ്. ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഗൈസ്. ഞാനേ കണ്ടു, ഞാൻ മാത്രമേ കണ്ടു. അപ്പോൾ നമ്മുടെ എല്ലാ കുണസ പരിപാടികളും കഴിഞ്ഞ് നമ്മളിപ്പോൾ തെറിക്കാൻ പോവാണ്. അപ്പോൾ പിന്നെ വീണ്ടും ഫോട്ടോസൊക്കെ ലാസ്റ്റ് നമ്മൾ കുറച്ച് കാണിക്കട്ടാ. നല്ല ക്ലിക്കുകളായിരുന്നു നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, ബൈ, പിന്നെ കാണാം. അമ്മമ്മ മനു.